ചില വ്യവസ്ഥകൾക്ക് വിധേയമായാണ്, നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമാണ് നിയമസഭ പ്രവർത്തിക്കേണ്ടത്. അതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ടുള്ള നിലപാട് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കേണ്ടായി. 2 ദിവസം ഈ പ്രതിഷേധം തുടർന്നപ്പോൾ അവർ സ്വീകരിച്ച ഒരു നിലപാട് സഭാധ്യക്ഷന്റെ മുഖം മറച്ച് ബാനർ പിടിക്കുക എന്നുള്ളതാണ്. സഭാധ്യക്ഷന്, സ്പീക്കർക്ക് സഭാ നടപടികൾ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ അംഗങ്ങളെയും കാണണം. അപ്പോഴാണ് അംഗങ്ങൾക്കും പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രതികരണങ്ങൾക്കും വ്യക്തമായ നിലപാട് ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് നിയമപ്രകാരം സ്വീകരിക്കാൻ കഴിയുള്ളൂ. ആ ഒരു നിലയെ തടസ്സപ്പെടുത്തുക എന്ന സമീപനമാണ് UDF MLA-മാർ സ്വീകരിച്ചത്. നടുത്തളത്തിൽ ഇറങ്ങി സ്പീക്കറെ തെറിവിളിക്കുകയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഭരണകക്ഷി MLA-മാരെയും തുടർച്ചയായി ആക്ഷേപിക്കുക, ആരോപണമുന്നയിക്കുക, കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളിക്കുക, ഇതായിരുന്നു സഭയിലുണ്ടായിരുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത മൂർധന്യാവസ്ഥയിലേക്ക് എത്തി. അവർ നടുത്തളത്തിൽ പ്രതിഷേധിച്ച സന്ദർഭത്തിൽ സഭയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടുന്ന വാച്ച് ആൻഡ് വാർഡ് വിഭാഗത്തിനെതിരായി കയ്യേറ്റ ശ്രമം നടന്നു. കയ്യേറ്റ ശ്രമം നടക്കുമ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്ത ഒരു സംഭവം, ശ്രീമതി ശ്രീമതി ഉമാ തോമസിനെ കവചമാക്കി അവർ ഉപയോഗിച്ചു. ഉമാ തോമസിൻ്റെ ആരോഗ്യനില നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങേയറ്റം ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു വന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു സംഘർഷം നടക്കുന്ന സ്ഥലത്ത് അവർ പോകാനും പാടില്ല, അവരെ അതിന് അനുവദിക്കാനും പാടില്ല. ഇനി ശ്രീമതി ഉമാ തോമസ് തനിച്ച് ഈ സമരത്തിന് ഇറങ്ങിയതാണെങ്കിൽ, ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടിയാണെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം അവരെ ഇതിൽ നിന്ന് വിലക്കേണ്ടതാണ്. അവരെ മുമ്പിൽ നിർത്തി വാച്ച് ആൻഡ് വാർഡിനെ കയ്യേറ്റം ചെയ്യാനാണ് UDF MLA-മാർ ശ്രമിച്ചിരിക്കുന്നത്.